ഹരിയോം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗ 48ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യനെക്കുറിച്ച് മൂന്നുതരം മനുഷ്യനെക്കുറിച്ച് മൂന്നുതരം ദൈവങ്ങളെക്കുറിച്ച് മൂന്നുതരം മതങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മൂന്നുതരം ആരാധനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ലോകത്ത് രണ്ട് തരം ശക്തികളെ ഉള്ളൂ. ഒന്ന് വിഷ്ണുശക്തി, ഒന്ന് ശിവശക്തി. വിഷ്ണുശക്തി പോസിറ്റീവാണ്, ശിവശക്തി നെഗറ്റീവാണ്. അത് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ, രണ്ട് ശക്തികളും. ഒന്ന് സാത്വികമാണ്, ഒന്ന് താമസമാണ്. അപ്പം ഇത് കൂടാതെ മൂന്നാമത്തെ ശക്തിയാണ് ബ്രഹ്മശക്തി. പക്ഷേ ബ്രഹ്മശക്തിക്ക് മൂല്യം കുറവാണ്. അത് ആ ശക്തി ആരും ആരാധിക്കാത്തതുകൊണ്ട് ബ്രഹ്മാവിനെ ആരാധിക്കുന്ന പകരം ലോകം എന്തിനു ചെയ്യുന്നത് ശിവനെയും വിഷ്ണുവിനെയും ഒരുപോലെ ആരാധിക്കുന്നു. പിന്നെ വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ ശരീരത്തിലെ ജീവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന നമ്മുടെ ജീവന്റെ ആധാരമാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ആരാധനയുടെയും ആവശ്യമില്ല, ഒരു വിഗ്രഹത്തിന്റെ ആവശ്യമില്ല, യാതൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ നമ്മൾ ഭക്തി കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, അതുപോലെ കർമ്മം കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. 9ാം അധ്യായത്തിൽ 26ാം ശ്ലോകം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രേശ്ചതി തദഹം ഭക്തി ഉപഹൃത അശ്നാമി പ്രേതാത്മന എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം, അല്ലെങ്കിൽ ഒരു തുളസിയില, അല്ലെങ്കിൽ ഒരു പഴം, അതൊരു കദളിപ്പഴം, ഇത്രയൊക്കെ അർപ്പിച്ചാൽ മതി. എന്നാൽ അല്ല, ഒരു പൂവ്, ഒരു തുളസിയില, ഇത്തിരി വെള്ളം, അതുപോലെ ഇത്തിരി പഴം, ഇത്രയും 4 സാധനങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി അർപ്പിക്കുന്നത് ഭഗവാൻ പറഞ്ഞപ്പോൾ. ഭഗവാനെ ഭജിക്കാൻ വേണ്ടി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഭക്തിയും കർമ്മവും ജ്ഞാനവും മാത്രം മതി. എന്നാൽ ശിവാരാധനയിൽ അങ്ങനെയല്ല. ശിവാരാധനയിലാണ് ഏറ്റവും താമസമായതും നികൃഷ്ടമായ ആരാധന എല്ലാം ഉള്ളത്. എല്ലാം ലിംഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ലിംഗപൂജ, യോനി പൂജ, അതുപോലെ എന്താ പറയുന്ന ബലി, മൃഗബലി, പശുബലി, പക്ഷിബലി, ശൈശവിവാഹമേ, പിന്നെ അതുപോലെ സേവ, സാത്താൻ സേവ, ചാത്തൻ സേവ, കുട്ടിച്ചാത്തൻ സേവ, ഭദ്രകാളി കാളി സേവ, പിന്നെ ഇതുപോലെ എല്ലാം കൊള്ളയും അക്രമവും ഈ വക രീതിയിലാണ് അതിന്റെ ആചാരങ്ങളെല്ലാം. നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടില്ലേ കൊടുങ്ങല്ലൂരമൊക്കെ, പാർവതിയല്ലേ, തെറിയുണ്ടല്ലേ അവിടെ അഭിഷേകം നടക്കുന്നത്. എല്ലാ താമസമായ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ശിവാരാധനയിലാണ്. ഇവ ലിംഗപരിച്ഛേദനം പോലും ശിവാരാധനയുടെ ഭാഗമാണ്. അവിടെ ശിവാരാധകരുടെ എന്താ പറയുക, സ്വർഗം എന്ന് പറഞ്ഞ ലിംഗത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് ലിംഗമാണ് പ്രധാനം. ഇപ്പം തന്നെ ഈ നാഗസന്യാസികൾ, അഘോരികൾ, ഇവരൊക്കെ എന്താണ് ഇവർ നടക്കുന്നത്? ഇതുപോലെ വൃത്തികെട്ട മനുഷ്യരെവിടെയെങ്കിലും ഉണ്ടോ? ജഡയും വളർത്തി ശിവനെ പോലെ തലയോട്ടിയിട്ട് ദേഹത്തെല്ലാം ഭസ്മം പൂശി ഒരു കൗവീനോ ഉടുത്ത് ചിലത് ഉടുക്കാതെ നടക്കുന്ന ലിംഗം പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനത്തെ സന്യാസികൾ ജൈനമതത്തിൽ പോലും ഉണ്ട്. അവർ ലിംഗം കാണിച്ചു കൊടുക്കുക. ഈ ലിംഗം കാണിച്ചു കൊടുക്കുക ലിംഗവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നില്ല ശിവാരാധകരാണ്. അവർ ഏറ്റവും നികൃഷ്ടമായ ആരാധനാ രീതിയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ രീതി വിഷ്ണു ആരാധന രീതിയാണ്. പത്രം, ഒരു തുളസിയില, ഒരു പഴമ, ഒരു പൂവ്, അല്ലെങ്കിൽ അല്പം ജലം, ഇത് മാത്രം മതി ഭഗവാനെ ആരാധിക്കാൻ.